ഹലോ ഗൈസ്, ഇന്ന് വെറൈറ്റി ആയിട്ട് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മീൻ പിടിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പോൾ നമ്മളിന്ന് കുമ്പിടിയിൽ കണ്ടോ മീൻ പിടിക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് കണ്ടറിയാം. മീൻ പിടിക്കാനാണ് മഴ പെയ്തോണ്ട് കൊടയും എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ താഴത്ത് പാറമടയിൽ എത്തി. ഇത് ജസുവിൻ്റെ എളിമാൻ്റെ വീടാണ് കുമ്പിടിയിൽ. അപ്പോൾ ഇവിടെ എത്തിയിട്ട് ഞങ്ങൾ നല്ല ആവേശത്തോടെ മീൻ പിടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എത്തിയത്. ഇവിടുന്ന് ആദ്യമായിട്ട് മീൻ പിടിച്ച റിച്ചായിരുന്നു. അതിനാണ് ഇപ്പോൾ ജസ് പിടിച്ച് കിളിക്കുന്നത്. നല്ല അടിപൊളി ആംബിയൻസിലൊരു പാറമട കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് മീനുകളുണ്ട്. എല്ലാവരും കൂടിയാണ് മീൻ പിടിക്കാൻ വന്നിരുന്നത്. നമ്മൾ ഫാമിലിയും പിന്നെ അതേപോലെ കൽതാക്കാൻ്റെ ഫാമിലിയും പിന്നെ നമ്മൾ പ്രൊഫഷണൽ നാട്ടിലെ മീൻ പിടുത്തതിന് പേര് കേട്ടോ. അപ്പോൾ എൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ മോനാണ് ഷെയ്ൻ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. ബിനുക്കും ഭയങ്കര ആവേശമായിരുന്നു മീനിനെ പിടിച്ച് ബോക്സിലിടാൻ. ഞങ്ങൾ ഒരു ബോക്സ് ഇട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് വലിയ വലിയ മീനുകളൊക്കെ കിട്ടാൻ തുടങ്ങി. ഷെയ്നും ഉപ്പച്ചും കലുതാക്കി മേലെ നിന്നിട്ട് ഈ ഒരു സൈഡില് കുളവും ഒരു സൈഡില് പറമ്പായിട്ടുള്ള ഒരു സ്ഥലത്തുനിന്ന് മീൻ പിടിക്കുമ്പോഴത്തേക്കും റിച്ചും ബിനും കൂടിയും ആ ഒരു പെട്ടി നിറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചൂണ്ട തികയാതായപ്പോ ഞങ്ങൾ വേറെ ചൂണ്ട വരെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്രക്ക് നമുക്ക് ഇവിടുന്ന് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി സ്പോട്ടാണ് ഇവിടെ. അപ്പൊ നമ്മുടെ ഒരു സ്മാർട്ട് പോയിന്റ് ബിനുവിന് പോലെ കുരുത്തക്കടൊന്നും ഇല്ല കേട്ടോ. ആൾ അടിപൊളിയാണ്. നമ്മൾ ഒരുപാട് മീനെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന്റെ പേര് നെട്ടർ എന്നാണ്. നെട്ടർ ഇവർക്ക് മൂന്നാക്കും വലിയ ഓരോന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി വലിയ മീൻ തന്നെയായിരുന്നു. പക്ഷെ പെട്ടി നിറക്കാൻ റിച്ചും മീനും ഉണ്ടായിരുന്നുള്ളൂ. റിച്ച് ഒരുപാട് മീനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇവര് വലിയ മീൻ പിടിക്കണ വീഡിയോ എടുക്കണ തിരക്കൊണ്ട് ഞാൻ മീൻ പിടിക്കണ സത്യം പറഞ്ഞാൽ എടുക്കാൻ തന്നെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവര് 4 മീന് വലിയത് പിടിച്ചപ്പോഴത്തേനും ഫുൾ ബോക്സ് നിറച്ചിട്ടുണ്ടായിരുന്നു. റിച്ച് ആയിരുന്നു. ഒരു വലിയ മീൻ കിട്ടിയപ്പോഴത്തേക്കും ഇവർക്ക് ജാസ്തി സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല പെടക്കണ മീനുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ബിനൊക്കെ ഒരുപാട് മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ മീൻ പിടിക്കുമ്പോൾ അവൻ്റെ ഫേസിലെ എക്സ്പ്രഷൻ കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. ജസ്സും ഞാനും എല്ലാവരും മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മീൻ പിടിച്ച് ടയർഡായപ്പോൾ ഞങ്ങൾ ഇവരെ വീട്ടിലേക്ക് ചെന്നു. അവിടെ അടിപൊളി ഫുഡ് ഉണ്ടായിരുന്നു. ആ ഫുഡിൻ്റെ ടേസ്റ്റ് കൊണ്ടും ഫുഡ് എന്നുള്ള തിരക്കൊണ്ടും വീഡിയോ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ അവിടെ നല്ല വയറരച്ച് ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഞങ്ങളിതാ നമ്മളവിടെ കൊടക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ട് നല്ല അടിപൊളി ഒരു സോഡ കിട്ടുന്ന സ്പോട്ട് ഉണ്ട് കേട്ടോ. ഞങ്ങളിവിടെ വന്ന് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാറുണ്ട്. നല്ല 4 അടിപൊളി ഫ്ലേവറിലാണ് ഇത് കിട്ടുന്നത് കേട്ടോ. 2 ഐറ്റം മുന്തിരി സോഡ, കറുപ്പ് മുന്തിരി, പച്ചമുന്തിരി ആൻഡ് പൈനാപ്പിളും. പിന്നെ ഉള്ളത് നമ്മൾ ആരും കേൾക്കാത്ത ഒരു ടൈപ്പാണ് ഈത്തപ്പഴം. ഈത്തപ്പഴത്തിൻ്റെ സോഡ ഒക്കെ നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? എന്നാൽ അത് ഇവിടെ ഉണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് പൈനാപ്പിൾ ആണ് കേട്ടോ. ബാക്കും മാക്കൊക്കെ പച്ചമുന്തിരിയാണ് ഇഷ്ടം. ആൻഡ് അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഗായ്സ്. ബൈ.